എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റ് മൊത്തം നിങ്ങൾ കാണണം. കാര്യം ഞാൻ ചില കാര്യങ്ങൾ, പക്ഷെ നല്ല നല്ല കാര്യങ്ങൾ ഇതിനകത്ത് വരും ഗൈസ്. അപ് ടു മീ അത് കൊടുക്കല്ലേ, അപ് ടു മീ. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ ഒരു വീഡിയോ ഫോർമാറ്റിലല്ല ഞാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ഫോർമാറ്റിലല്ല ഞാൻ എടുക്കുന്നത്. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഇനി ഈ ചാനലിൽ വരുന്ന മിക്ക വീഡിയോസും ലോങ് വീഡിയോസ് ആണ് ഞാൻ പറയുന്നത്. ലോങ് വീഡിയോസ് മിക്കതും ഇങ്ങനെയായിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ലോങ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാനാണ്. സോ ഞാൻ അതിൻ്റെ ഒപ്പം പോവുകയാണ്, എൻ്റെ ഇഷ്ടത്തിന് പുറകെ പോവുകയാണ്. സോ ഞാൻ ഇനി തൊട്ട് ഇങ്ങനത്തെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഞാൻ അതിനകത്ത് വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ കൗണ്ട്സ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ഞാൻ കണക്കിലെടുക്കുന്ന ഒരു സംഭവമായിട്ട് ഇനി വെക്കുന്നില്ല. സോ സ്റ്റാർട്ട് മൈ ന്യൂ ജേർണി ഫ്രം ഹിയർ. ഇറ്റ്സ് മീ കൃഷ്ണപ്രസാദ്. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയാം. മെയിൻലി ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. എനിക്കൊരു എക്സ്പീരിയൻസ്, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിൻ്റെയൊക്കെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അപ് ടു യു. ഞാൻ ഇതിവിടെ ഒരു മോട്ടിവേഷൻ വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ വിളമ്പാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്കറിയാം, ഞാനും കുറേ പോഡ്കാസ്റ്റുകളിൽ നിന്ന് ഇൻസ്പിറേഷൻസും മറ്റേ മോട്ടിവേഷനും ഒക്കെ കിട്ടി പോകുന്നതാണ്. പക്ഷേ അതൊരു തികച്ചും കൂടിപ്പോയി ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ വരെയാണ് അതിനൊരു റെലവൻസ് ഉള്ളൂ. അതിനുശേഷം നമ്മളെന്താണോ അതാണ്. സോ അതിലൊന്നും ഒരു കാര്യമില്ല. അതൊരു ഷോർട്ട് ടൈം, വെരി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സോ എനിക്ക് അതിന് താല്പര്യമില്ല. നമ്മൾക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. സോ ഇറ്റ്സ് എ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്കും ഈ ഒരു പോഡ്കാസ്റ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകട്ടെ. പോഡ്കാസ്റ്റ് ഞാൻ പറയുന്നില്ല, ഈ ഒരു വീഡിയോസ്, ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങൾക്കും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. ഭയങ്കര മഴയാണ് ഗൈസ്. നിങ്ങൾക്കും മഴയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറേ സംഭവങ്ങൾ, ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ എൻ്റെ മൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. ഞാൻ പുതിയ മൈക്കോ കാര്യങ്ങളോ ഒന്നും മേടിച്ചില്ല, വേണം. ഓക്കെ, പക്ഷേ നമ്മൾ മേടിക്കാൻ വന്നപ്പം കുറച്ച് സൗണ്ടിൻ്റെ പരിമിതികളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഓക്കെ, നമ്മൾ തിരിച്ചു വരും. കിടിലൻ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കും. തിരിച്ചു വരുമെന്ന് ഞാൻ പറയുന്നില്ല. തിരിച്ചു വരുവിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഇപ്പം തുടരും കണ്ടിറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടിറങ്ങിയപ്പോൾ പറഞ്ഞു ദിലീപേട്ടൻ തിരിച്ചു വന്നു. ഇതൊരു തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. തിരിച്ചുവരവുകളല്ല ഒരിക്കലും ഉണ്ടാകുന്നത്. നമ്മൾക്ക് ഓരോ ടൈംസ് ഉണ്ട്, അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ സമയങ്ങളുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്. ഓൾവേസ് നമ്മളുടെ എല്ലാവരുടെയും കരിയറിൽ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഈ അപ്സ് ആണ് എല്ലാവരും തിരിച്ചു വരും എന്ന് പറയുന്നത്. ഡൗൺഫാൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ട്. ഏതൊരു വ്യക്തിയുടെ, എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫ് നമ്മൾ എടുത്തു നോക്കിയാൽ ഡൗൺഫാൾ ഇല്ലാത്ത വ്യക്തികളില്ല. ആ ഡൗൺഫാൾ ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ റീസണിങ് പോയിന്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ, അവരുടെ ലൈഫിലുള്ള സക്സസിൻ്റെ ഏറ്റവും വലിയ ബേസിക് സ്റ്റെപ്പ് അവരെടുത്തിട്ടുള്ള ഈ ഡൗൺഫാളുകളിൽ നിന്നായിരിക്കും. സോ ഇറ്റ്സ് എ ടൈം ഫോർ ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണ്. ഈ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടുള്ള ഒരു പ്രാചീന കാലം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ആകുന്ന പണിക്ക് പോകും എന്ന്. ഞാൻ ആ ഒരു കാര്യത്തിലും ഞാൻ കംപ്ലീറ്റ്ലി എഗനിസ്റ്റ് ആണ്. കാര്യം
നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുകയാണ്, ഇതൊന്നും നമ്മളാരും പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകളുണ്ടാവും. എക്സ്പീരിയൻസ് ആണ് നമ്മളെ മാറ്റുന്നത്. നമ്മൾ എത്രമാത്രം അത് ചെയ്യുന്നോ, അത് ചെയ്യുന്നതിനോട് ഓരോ വട്ടം ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനകത്ത് എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പേർട്സ് എന്ന് പറയുമ്പം അവർ ഇന്ന് വന്ന് ആദ്യത്തെ ദിവസം അവർ എക്സ്പേർട്സ് ആയതല്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയുടെ ആസിഫ് അലി. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആസിഫ് അലിയുടെ അഭിനയത്തെ പറ്റി അദ്ദേഹത്തിന് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ആളാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ അഭിനയം കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് അദ്ദേഹം നല്ലൊരു സെൻസിലാണ് പറഞ്ഞത്. അന്ന് ആസിഫ് അലിയും പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ നോക്കുക അതെ, കിഷ്കിൻ്റെ കണ്ടോ, അതിനുശേഷം വന്ന ഇപ്പൊ സർക്കിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. അഭിനയം എന്ന് പറയാൻ പറ്റില്ല, അത് ജീവിക്കുവാണ് കുട്ടി അതിനകത്ത്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അതിന് എക്സ്പീരിയൻസ് ആണ് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആക്കുന്നത്. അപ്പം ആവുന്ന പണി എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും ഇല്ല. എല്ലാവരും ഏതൊരു കാര്യത്തിൽ ഇപ്പം നമ്മളൊരു ഞാൻ അങ്ങനെ പറയുന്നല്ല, നമ്മളിപ്പോൾ ഒരു കിണർ കുഴിക്കുമ്പോൾ അതിന് പോകുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ കുഴിക്കുമ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ല. എന്നുവെച്ചാൽ ഒരു 10 വർഷം ഇതേ പണിയെടുത്ത ആൾ ചെയ്യുന്ന പോലെ നമുക്കൊരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത് തന്നെയാണ് ഏതിപ്പോൾ ഒരു ഡോക്ടർ MBBS കഴിഞ്ഞ് അദ്ദേഹം പ്രാക്ടീസിന് കയറി കഴിയുമ്പം പുള്ളി ആദ്യം എടുക്കുന്ന കേസുകൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ എടുക്കുന്ന പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അതിന് നമ്മൾ ട്രൈ ചെയ്യണം. ആദ്യത്തെ വട്ടം രണ്ടാമത്തെ വട്ടമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു ഭയങ്കര ഒരു ഫാളുണ്ടാവും. അത് നമ്മൾ കണക്ക് കൂട്ടുന്നതിനല്ല അന്ന് കാലം താഴെയായിരിക്കും, പക്ഷെ നമ്മൾ തിരിച്ചു വരണം എന്നേ പറ്റൂ. ചിലപ്പോൾ അത് ആ ഒരു ഡൗൺഫാൾ വരുന്നതിന് നമ്മളെല്ലാം ഇട്ടേച്ച് പോകും. അതാണ് നമ്മുടെ എല്ലാവരുടെയും വിഷയം. സോ അതുണ്ടാണ്ടിരിക്കുക, നമ്മൾ പിടിച്ചു കയറണം. ഞാൻ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടു നടക്കുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുക. അതാവുമ്പോൾ നമ്മൾ ഈ ഡൗൺഫാളുകളിൽ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കുറവിൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ ശ്രമിക്കത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ ആഗ്രഹിക്കും. അങ്ങനെ നമ്മൾ ഒരു എക്സ്പേർട്ട് ആകും ആ ഒരു കാര്യത്തിൽ. അതാണ് ഈ ഒരു നമുക്ക് ഇഷ്ടമുള്ള കാര്യം. നമ്മുടെ പാഷന് പുറകെ പോകാൻ എല്ലാവരും പറയുന്നതിൻ്റെ ഒരു ബേസിക് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇഷ്ടം കാരണം ഈ ഒരു പാഷനോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. പാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കാര്യമാണല്ലോ ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മളെ എക്സ്പേർട്ട് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പാഷൻ. പക്ഷെ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. അങ്ങനെ നമ്മളൊരു എക്സ്പേർട്ട് ആവും ഗൈസ്. അതാണ് എൻ്റെ ഒരു ബേസിക് കാര്യം. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. പിന്നെ പ്രൊഫഷനിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഞാൻ ഒരു LLB സ്റ്റുഡൻ്റാണ്. LLB പഠിക്കാൻ വേണ്ടി LLB പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ലാസ്റ്റ് ഇയർ LLB 5 ഇയർ കോഴ്സാണ്. ഞാൻ BBAക്ക് ശേഷം ഞാൻ +2 ശേഷം BBA LLB ആണ് ചൂസ് ചെയ്തത്. അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു LLB ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഇപ്പോൾ 25ആയി. 26 ഞാൻ പാസ് ഔട്ടാണ്. എനിക്ക് 2020 വരെ ഈ LLBനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. പക്ഷെ 2021 LLB പഠിക്കേണ്ട ഒരു ഇതിലേക്ക് ഞാൻ വന്നു. അതെനിക്കും എൻ്റെ പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരോ അവൻ്റെ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടല്ല, ഞാൻ എൻ്റെ സെൽഫ് ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഞാൻ ഈ LLB പഠിക്കാൻ വേണ്ടി കയറിയത്. പക്ഷെ അത് ഒരു വർഷത്തെ ഇതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലൈഫ്. മനസ്സിലായോ? കാര്യം നമ്മൾ ഈ കണക്ക് കൂട്ടുന്ന പോലൊന്നും അല്ല കാര്യം. നമ്മളെ അപ്പം എടുക്കുന്ന നമ്മുടെ തീരുമാനങ്ങളാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ഈ LLBക്ക് ശേഷം ഞാൻ ഇപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കൊരു പ്രാക്ടീസ് ലോയർ ആണ് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു LLB സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു പ്രൊഫഷണൽ ഡിഗ്രി, അതോടൊപ്പം എനിക്ക് സിവിൽ സർവീസ് എഴുതി ഒരു IFS ഓഫീസർ ആകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ടൈമിലുള്ള ആഗ്രഹം. ഇപ്പോൾ അതൊരു പ്രാക്ടീസിങ് ലോയറിലേക്ക് ആയി. ഇനി അത് ചിലപ്പോൾ അതൊരു
ജഡ്ജ് ആ ഒരു രീതിയിലേക്ക് പോകാം. ഞാൻ എന്നെ പൊക്കിയടിക്കുന്നതല്ല, അത് അപ് ടു മീ. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, എൻ്റെ അപ്പോഴത്തെ കാഴ്ചപ്പാടുകൾ, എൻ്റെ അപ്പോഴത്തെ ഒരു വീക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ബേസിലാണ് എൻ്റെ ആ തീരുമാനങ്ങൾ എനിക്കുണ്ടാകുന്നത്. ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ചില ആൾക്കാർ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് പോയിട്ട് MBBS ചെയ്ത് ഡോക്ടേഴ്സ് ആകുന്നുണ്ട്. അവരുടെ പാഷൻ, അവരുടെ ഒരു എല്ലാം, അവരുടെ എയിം മൊത്തം ഡോക്ടർ ആവുക എന്നായിരുന്നു. പക്ഷെ എൻ്റെ അങ്ങനെയല്ല. എന്നെ പോലെയുള്ളവരും ഉണ്ടാവും. സോ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ഹാപ്പിനെസ് നമ്മളറിയണം. ഓക്കെ, ഇപ്പം വേറൊരു കാര്യം കൂടി പറയാം. ഈ ഒരു വീഡിയോസൊക്കെ, ഈ ഒരു കണ്ടന്റ് ഇപ്പോൾ ഭയങ്കര റെലവൻ്റാണ്. ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം +2 റിസൾട്ട് വന്നു. ഇനി പ്ലസ് ടുവിന് ശേഷം നമ്മുടെ സ്കൂൾ ലൈഫ് മൊത്തം മാറുവാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ മൊത്തം മാറുവാണ്. നമ്മളിപ്പം വേറെ ഒരു സ്ഥലത്തേക്ക് പോയി പഠിക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഒരു 70% സ്റ്റുഡൻസിന് നമ്മളുടെ. അപ്പം അവരോടാണ് ഇനി ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈ എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ +2 തൊട്ട് മുമ്പ് വരെ, പ്ലസ് ടു വരെ ഞാൻ സിംഗിൾ ചൈൽഡാണ്. എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല. ഞാൻ +2 വരെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന്, റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോലും അച്ഛനും അമ്മയും ഇല്ലാതെ പോയി നിൽക്കാത്ത ഒരാളാണ്. കാര്യം എനിക്ക് എൻ്റെ ഹോം സിക്ക് ആയിട്ടുള്ള ഒരു വ്യക്തി, ഹോം സിക്നെസ് അതെനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ചരിത്രം നടക്കാൻ വേണ്ടി പോകുന്നത്. 600 കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് ഞാൻ പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് പറഞ്ഞാൽ 600 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട് എൻ്റെ വീടും ഞാനിപ്പോൾ നിൽക്കുന്ന പ്ലേസുമായിട്ട്. ഇവിടെ ഒരു 5 വർഷമായി ഇപ്പോൾ, പ്രോബ്ലം ഒരു 4 കൊല്ലമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. സോ ഈ ഒരു 4 കൊല്ലം എന്നെ എത്രമാത്രം എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണക്കിൽ പോലും പെടുത്താൻ പറ്റാത്തൊരു ഇൻഫ്ലുവൻസിങ് ആണ്. കാര്യം ഞാൻ 2021 ഇവിടെ വരുമ്പം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ അലക്കാൻ പോലും എനിക്കറിയില്ലായിരുന്നു. അത് അമ്മ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. എൻ്റെ വീട്ടിൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, പക്ഷെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അലക്കും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കല്ലിൽ അലക്കേണ്ടത് തൊട്ട് ഞാൻ ഒരു റൂം എടുത്ത് കിച്ചൺ സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പം എനിക്കിപ്പോൾ ഫുഡ് വെക്കാൻ അറിയാം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. ആ ഒരു ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇവിടെ മാറി നിന്ന് പഠിച്ചുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും പിന്നെ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയത്തില്ല. അപ് ടു യു, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഭവം. എനിക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. കാര്യം സെൽഫ് ഡെവലപ്മെൻറ്റ് എനിക്കില്ല ആയിരുന്നു +2 വരെ. അതെനിക്ക് തന്നത് ഈ ഒരു ലൈഫാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം നടന്നിട്ടില്ല, എനിക്ക് ഒന്നിൽ കൂടുതൽ ലാംഗ്വേജസ് ഞാൻ ഭയങ്കര അതിനകത്തൊരു തരക്കേടില്ലാത്ത രീതിയിൽ എത്തണം എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം ചെറിയ ഇംഗ്ലീഷും മലയാളവും അത്യാവശ്യം ഞാൻ കൈകാര്യം ചെയ്യും. ബട്ട് ഹിന്ദി അത്ര അറിയില്ല. തമിഴും പഠിച്ചുകൊണ്ടിരിക്കും. തമിഴ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. തമിഴ് കേട്ടാലൊക്കെ മനസ്സിലാവും, എന്നാലും പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ തമിഴ് സിനിമകളൊക്കെ കാണുന്നത്. ഇവിടെ കേരളത്തിൽ പഠിച്ചുകൊണ്ടുള്ളൊരു കുഴപ്പമുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എനിക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ളവരാണെങ്കിലും ഇപ്പം അവരുടെ അടുത്തും മലയാളികളൊക്കെ തന്നെയാണ്. ഇപ്പം UK എൻ്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മലയാളീസാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം പുറത്തു പോയി കഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷും ഒക്കെ അത് നമ്മളുടെ തന്നെ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അത് മാത്രം നടന്നിട്ടില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു വലിയൊരു ഭാഗം വഹിച്ചത് എൻ്റെ ഈ ഒരു
4 വർഷമാണ്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എന്ത് കോഴ്സ് തിരഞ്ഞെടുത്താലും ഇപ്പം ചിലപ്പോൾ നമ്മൾ എത്തുന്ന ആ ഒരു സ്ഥലം ഉറപ്പായിട്ടും നിങ്ങൾ പോകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് ഒരു 2 മാസത്തേക്ക് എത്ര ഇഷ്ടപ്പെട്ടാണെങ്കിലും മൊത്തത്തിൽ ഒരു അറ്റാച്ച്മെന്റ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചിറകിൽ ഇങ്ങനെ നമ്മളെ പൊതിഞ്ഞു വെച്ചാൽ പോലും നമ്മളെ പേരൻസ് ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ആവുകയാണ്. ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളും ഒക്കെ വിഷയം തന്നെയാണ്. നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന രീതിയിലൊന്നും കിട്ടത്തില്ല. അതിന് സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. അത് ഞാൻ ഇപ്പം പഠിച്ച കാര്യമാണ്. നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും 3 നേരം നമുക്ക് ഫുഡ് കിട്ടും. പക്ഷെ പുറത്ത് പോയി അത് കിട്ടത്തില്ല. മനസ്സിലായോ? അതിന് വേണ്ടി നമ്മൾ തന്നെ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. ഇപ്പം നമ്മൾ റൂം എടുത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമ്മൾ സ്വന്തമായിട്ട് ഇച്ചിരിയെങ്കിലും എൻ്റെ ഒരു രീതിയിൽ നമ്മളൊരു ബാക്കപ്പ് ഒരു ചെറിയൊരു സാമ്പത്തിക സ്രോതസ്സം കണ്ടുപിടിക്കണം. ഞാൻ കാറ്ററിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഞാനിവിടെ കടകളിലൊക്കെ നിൽക്കാനൊക്കെ പോകാനുണ്ട്. ഇപ്പം കാറ്ററിങ്ങേ ഉള്ളൂ. കാറ്ററിങ് ആണെങ്കിലും ഞാൻ പോവാറ് കുറവാണ്. കാര്യം ഇപ്പം ഞാൻ ഒരു റൂം എടുത്ത് നിൽക്കുന്ന കാര്യം ഞാൻ തന്നെയാണ് ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കൊരു മാസം ചിലവുകൾ വളരെ കുറവാണ്. പക്ഷെ ആദ്യത്തെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുവാണെങ്കിൽ തന്നെ അവിടെ ഫുഡ് എനിക്ക് മെസ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു പ്രൈവറ്റ് ഹോസ്റ്റലായിരുന്നു. ആ ടൈമിൽ ഞാൻ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിൽ നല്ല എക്സ്പെൻസ് ആയിരുന്നു. ഇപ്പം കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. അപ്പം കുറച്ചൊക്കെ എനിക്കൊരു മണി ബാക്കപ്പിന് മാത്രം ഞാൻ വർക്കിന് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വർക്കൊക്കെ കണ്ടുപിടിച്ച് ഒരു സെറ്റായി പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കോളേജ് ലൈഫ്. പിന്നെ വേറൊരു കാര്യം, എവിടെ പോയാലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ പഠിത്തമായിരിക്കണം, നമ്മുടെ സ്റ്റഡീസ് ആയിരിക്കണം. നമ്മൾ എന്തിനാണ് വന്നത് നമുക്കറിയാം. കൂടുതൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ലോൺ എടുത്തിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രയോറിറ്റി നമ്മൾ ഉറപ്പായിട്ടും പഠിത്തത്തിൽ കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോളേജ് ലൈഫിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു പോഡ്കാസ്റ്റ് വരെ പോയി അല്ലേ. കുഴപ്പമില്ല, അത് നല്ലതാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളിത് കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. കോളേജിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഓഫ് മാറ്റങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ് മൊത്തം മാറുന്ന കാര്യം ഞാൻ പറഞ്ഞു. വീട്, ഞാൻ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഡെയിലി സ്കോളേഴ്സിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. കാര്യം ഡെയിലി സ്കോളേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങൾ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു അപ്ഗ്രേഡിങ് സംഭവിക്കും എന്നല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു മാറ്റങ്ങളും എനിക്ക് തോന്നുന്നില്ല. സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഒക്കെ എടുക്കാവുന്ന പ്രായമാകും. അന്നേരം നിങ്ങൾക്ക് വണ്ടിയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്യാങ് സെറ്റപ്പ് ഒക്കെ കൂടും. അങ്ങനെയാണ് ഡെയിലി സ്കോളേഴ്സിൻ്റെ കാര്യം. പക്ഷെ ഞാനിവിടെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. ഡിസ്റ്റൻ്റ് അല്ല, ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്തിട്ട് ഒരു ഹോസ്റ്റലേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അവരെ സംബന്ധിച്ചോളം അവരുടെ സറൗണ്ടിങ് A to Z മാറും. കാര്യം വീട്ടിലില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ 24 മണിക്കൂർ നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ ഓടിയായിരിക്കും. 1-2 ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരുണ്ടാവും. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം എനിക്കറിയാം. എൻ്റെ കൂടെ ഒരാളും ഇല്ലായിരുന്നു എൻ്റെ കൂടെ പഠിച്ച്. ഞാൻ ഒറ്റയ്ക്ക് വഴി വന്ന ആളാണ്. ആ ഡയലോഗ് പോലും പറയുകയുള്ളൂ. ഓക്കെ പോട്ടെ. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു മെൻ്റലി നമുക്കൊരു അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും. അതോടൊപ്പം നമ്മൾക്ക് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, പിന്നെ കുറേ കോളേജ് റൊമാൻസ്, പിന്നെ സീനിയേഴ്സിൻ്റെ വക ചെറിയൊരു റാഗിങ് പോലത്തെ. റാഗിങ് ഒന്നും ഇപ്പോൾ എവിടെ ഇല്ല. റാഗിങ് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. ഇത് ഇൻ കേസ് റാഗിങ് പോകാനൊരു ഫൺ രീതിയിൽ ചിലയിടത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും അത് മോശമായിട്ടുള്ള കാര്യമാണ്. റാഗിങ്ങിന് നമ്മൾ ഉറപ്പായിട്ടും നിരോധിക്കേണ്ട ഒരു പരിപാടിയാണ്. അത്
മാനസികമായിട്ട് ടോർച്ചർ ചെയ്യാണ്ട് നല്ല രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കുറേ കോളേജുകൾ എനിക്കറിയാം. അങ്ങനെ ഉള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പം അക്സെപ്റ്റബിൾ ആയിട്ട് പലതും ഉണ്ടാകത്തില്ല. നമ്മുടെ മാനസികമായിട്ട് അതൊരു ഭയങ്കരമായിട്ട് എന്താണ് ബാധിക്കാനുള്ള ചാൻസ് ഈ ടൈമുകളിലുണ്ട്. പക്ഷെ അതൊരു 2 മാസത്തേക്ക് ഉണ്ടാവുള്ളൂ, 2-3 മാസം. അത് കഴിയുമ്പോൾ നമ്മൾ സെറ്റാവും, അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും. ആ ഒരു ടൈം നിങ്ങൾ സർവൈവ് ചെയ്യുക. എനിക്കറിയാം കുറേ പേര് പിന്നെ 2 മാസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് വീഡിയോ വരണം എന്ന് പറഞ്ഞിട്ട് പോരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കും. ആ ടൈം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നെയുള്ള ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ, സെൽഫായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൂടി ഞാൻ പറയാം. കാര്യം നമ്മൾ ഒരു പുറത്ത് പോയി കഴിയുമ്പം നമ്മൾ അച്ഛനും അമ്മയ്ക്കും നമ്മളുടെ ഒരു ഫോൾഡിങ് ഹാൻഡ് നഷ്ടപ്പെടും. അവരൊരു സെക്യൂർ ചെയ്ത് വെച്ചാൽ അവർക്ക് അറിയാൻ പറ്റും നമ്മളെന്താ. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്ന ഫോൺ കോളിലൂടെ മാത്രമാണ് അവർക്ക് നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. ആ ടൈമിൽ നമ്മൾ പല മോശമായിട്ടുള്ള ഒരു സംഭവങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ലഹരി ആകാം, ഡ്രഗ്സ് ആകാം, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സംഭവങ്ങളുണ്ട്. അത് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ വീണ് പോകാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. കാര്യം ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രയോറിറ്റി എന്നും നമ്മൾ എന്തിനാണ് വന്നത് അതിനായിരിക്കണം. അതായത് പഠിത്തത്തിനായിരിക്കും. പഠിത്തം മീൻസ് നമ്മുടെ ആ കോഴ്സിനായിരിക്കണം നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനോടായിരിക്കണം നമ്മുടെ എല്ലാവരും ഇൻറ്റൻഷൻ ഉണ്ടാകേണ്ടത്. അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുക, നമ്മുടെ ലോൺസ് അടച്ചു തീർക്കുക, നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ മാറ്റാൻ വേണ്ടി ആണ് നമ്മളിവിടെ വന്നത്. അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യണം. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ കെണികളിൽ പോയി ചാടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളുടെ ഹോസ്റ്റലേഴ്സിനെ, അതുപോലെ തന്നെ ഹോസ്റ്റലേഴ്സിനെ മാത്രമല്ല പറയുന്നത്, ഒരു പുറത്ത് പോയിരിക്കുന്ന ആൾക്കാർക്ക് ആദ്യം വരുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ്. കാര്യം നമ്മളിപ്പോൾ ഒരു ഫ്രീ ആണല്ലോ, ഇപ്പം ആരും നമ്മളെ തിരിച്ചറിയാം, നമ്മൾ പുതിയൊരു സ്ഥലത്ത്, നമ്മളൊരു പുതിയ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു തോന്നൽ വരാം. ബട്ട് അതിലേക്ക് പോകല്ല. അതിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. എനിക്ക് കുറേ ആൾക്കാരുടെ അനുഭവം ഉള്ളതാണ്. കാര്യം 3 വർഷത്തെ കോഴ്സ്, 4 വർഷത്തെ കോഴ്സിനൊക്കെ വന്നിട്ട്, 5 വർഷത്തെ കോഴ്സിനൊക്കെ വന്നിട്ട് ഇവിടെ 7, 8, 9, 10 വർഷമൊക്കെ പഠിക്കുന്ന പലയിടങ്ങളിലും പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. കാര്യം അവർ പെട്ടുപോയതിനു ശേഷം അവർക്ക് പിന്നെ കോഴ്സ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴാണ് എല്ലാം വിചാരിക്കുന്നത് അന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് ബാക്ക് പേപ്പേഴ്സ് എഴുതിയെടുത്താൽ മതിയായിരുന്നു എന്നൊരു തോട്ട് വരും. ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ പുറകെ പോവും. ഓക്കെ, അത് വിടും. അതുപോലെ ബാക്ക് പേപ്പേഴ്സ് അത് വരാം. അത് നമ്മളിപ്പോൾ +2 വരെ പഠിച്ച പോലെയൊന്നും അല്ല. ഡിഗ്രിക്ക് വരുമ്പോഴത്തേനും ഭയങ്കര മാറ്റങ്ങളാണ്. കോഴ്സ് അതൊരു പ്രൊഫഷണലൈസ്ഡ് കോഴ്സൊക്കെ പോകുന്ന പിള്ളേർ ഉറപ്പായിട്ടും ബാക്ക് പേപ്പേഴ്സ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിന് പേടിക്കൊന്നും വേണ്ട. അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ ഡിഗ്രി +2 വരെ പഠിച്ച ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ അതിനുള്ള ആൻസർ റൈറ്റിംഗ് പാറ്റേൺ ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് അറ്റാച്ച് ആകാനുള്ള ഒരു ടൈം എടുക്കും. അതൊന്നും സീനില്ലെന്ന്, ഒരു 2 സെമിസ്റ്ററൊക്കെ കൂടിപ്പോയാൽ ബാക്ക് പേപ്പേഴ്സ് വരുള്ളൂ. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. ഫസ്റ്റ് സെം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. എങ്ങനെ എഴുതണം, എന്ത് രീതിയിൽ എഴുതിയാൽ മാത്രമാണ് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുക. ടീച്ചേഴ്സ് തന്നെ നമ്മളെ കൂടെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ ഇപ്പം ജയിച്ച അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത ആൾക്കാരോട് അവരുടെ എങ്ങനെയാണ് പാറ്റേൺ ഓഫ് എക്സാം റൈറ്റിംഗ് പാറ്റേൺ ആണ് ഡിഫറെൻ്റ്. അതുകൊണ്ട് തന്നെയാണ് പാസ്സാകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ കാര്യം ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കോളേജ് ലൈഫ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ഇതല്ലാണ്ട് നമുക്ക് ഒരുപാട് എൻജോയ്മെൻറ്റിങ് പരിപാടികൾ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പോകുന്ന സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ ഇപ്പം ഫ്രണ്ട്സ് സർക്കിൾ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യും. കാര്യം നമ്മളൊരു ചെറിയൊരു ലൊക്കാലിറ്റിയിലുള്ള ഒരു 10-20 പേരിൽ നിന്നും നമ്മളൊരു ചിലപ്പോൾ ഒരു
ഓൾ കൺട്രി അല്ലെങ്കിൽ ഓൾ സ്റ്റേറ്റിൽ നമുക്ക് ഫ്രണ്ട്സ് ആവും. അതൊരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പല കൾച്ചർ വെറൈറ്റീസ് നമുക്ക് കിട്ടും. കാര്യം പല കൾച്ചറിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സിങ്ക് ആകാൻ വേണ്ടി പറ്റും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ കോളേജ് റൊമാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ചിലവർക്ക് ശരിയായി ചിലവർക്ക് ശരിയാവില്ല. ശരിയായ കുഴപ്പമില്ല, പക്ഷേ നല്ല രീതിയിൽ കൊണ്ടുവന്ന് നോക്കുക. അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് കോളേജ് ലൈഫ്. ഇതിനകത്ത് അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് മീ. എൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം പിന്നെന്താ പറയാൻ പറ്റുക, അതിന് ശേഷം ഞാൻ ഇപ്പം എന്താ ഫൈനൽ ഇയർ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മളൊരു പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷയങ്ങളുണ്ട്. ഇത് ഞാനും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനെക്കുറിച്ച് കുറേയൊക്കെ നമ്മൾ റിസർച്ചബിൾ ആവുക, കുറേ കൂടി ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. ഞാനിപ്പോൾ കയറിയിട്ട് ഇപ്പം അതുപോലെ അതിനേക്കാളും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഓരോ വർഷം കഴിയുമ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്. പിന്നെ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പമാകുന്നുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ChatGPT AI ടൂൾസ് ഒക്കെ വന്നിട്ട് തന്നെ ഇപ്പം പണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിപ്പോൾ നമുക്ക് പ്രോജക്ട്സ് പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ നമുക്ക് കേസ് സ്റ്റഡീസ്, അങ്ങനെ കുറേ പരിപാടികൾ, നമുക്ക് അസൈൻമെൻറ്റ്സ്, പിന്നെ സെമിനാർ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് പരിപാടികൾ ചെയ്യാം. സംഭവങ്ങൾ ChatGPT പോലത്തെ പരിപാടികളുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറേ റിസർച്ച് ചെയ്ത് പരിപാടികളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഫസ്റ്റ് സെമ്മൊക്കെ പഠിക്കുന്ന ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് സൈറ്റുകളൊന്നും അധികമൊന്നും ഇല്ല. നമ്മൾ ബുക്സ് റെഫർ ചെയ്ത് ഈ അസൈൻമെൻറ്റ്സും സെമിനാറും ഒക്കെ എടുക്കണമായിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ടക്കട്ടെ എന്ന് പറഞ്ഞ പരിപാടികൾ തീരും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിക്കുക. അത്യാവശ്യം എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അത്. ചിലവർക്ക് അത് പിടിക്കില്ല, പക്ഷെ എൻ്റെ ബേസിക് ഒപ്പീനിയനാണ്. നിങ്ങൾക്കൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിൽ നിങ്ങളൊരു പങ്ക് വഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജ് ലൈഫ് സൂപ്പറായിരിക്കും. അതേത് കോളേജിൽ പോയാലും അത് വേണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താ പറയുക, ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറയാന്ന്. പക്ഷെ ഇപ്പം ഇത്രോ നേരം ഞാനിരുന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കോളേജിനെ പറ്റിയും ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നതിൽ ബെസ്റ്റ് കണ്ടന്റാണ് ഞാൻ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാൽ ഈ പോഡ്കാസ്റ്റ് മൊത്തം നിങ്ങൾ കാണണം. കാര്യം ഞാൻ ചില കാര്യങ്ങൾ പറയുന്ന ചിലപ്പോൾ ലാഗായിരിക്കും, നിങ്ങൾ അടിച്ചു കിട്ടുമോ, പക്ഷെ നല്ല നല്ല കാര്യങ്ങളും ഇതിനകത്ത് വരും കേസ്. കാര്യം എനിക്ക് എൻ്റെ പാറ്റേൺ ഓഫ് എക്സിക്യൂഷൻ അങ്ങനെ ആയിപ്പോയി. എന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഞാനൊരു സിനിമ പ്രിയനാണ്, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദിവസവും ഒരു സിനിമയിൽ കാണും. അത് എൻ്റെ ഒരു ഹോബിയാണ്. അത് കൊണ്ടുവന്ന തിയേറ്റർ വണ്ടർ ലൈഫാണ്. ഞാൻ ഇവിടെ ഒരു എപ്പോഴും തിയേറ്ററിൽ പോയി കാണില്ല, ആഴ്ചയിലൊക്കെ തിയേറ്ററുകളിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി എന്നെ മാറ്റിയെടുത്തത് ഇതാണ്. അതുപോലെ എനിക്ക് ഒട്ടുമില്ലാത്തൊരു കാര്യമായിരുന്നു വായന, റീഡിങ്. ഇപ്പം ഞാൻ ഭയങ്കര ഒരു റീഡറാണെന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം റീഡിങ് സ്കില്ലും കൊണ്ടുവന്നത് ഈ ഒരു കാലഘട്ടം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ ഞാനൊരു എക്സ്ട്രോവേർട്ടാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാനൊരു ആംബിവേർട്ടാണ്. ഒരു ആംബിവേർട്ടിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്തതും ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. കാര്യം ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ വീട്ടിൽ അരി മേടിക്കുന്നത് ചിലപ്പോൾ നമ്മളായിരിക്കത്തില്ല, പക്ഷേ ഈ നമ്മളൊരു പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ അരി തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളാണ് ചെയ്യുന്നത്, മേടിക്കുന്നത്. അപ്പം നമ്മളത്രയും കൺവീനിയൻ്റ് ആകണം. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫ്യൂച്ചറിലേക്ക്. ഒരാളുടെ സഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റും. ഒരു ഫിനാൻഷ്യലി കൂടി ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. ഇപ്പം അച്ഛനും അമ്മ ഇട്ടിരുന്ന പൈസയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ തിരഞ്ഞെടുക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ
അതിൽ ഞാൻ സംതൃപ്തനാണ്. ഞാൻ ഇനിയും പോഡ്കാസ്റ്റുകൾ ചെയ്യും. ഇനി എന്തെങ്കിലുമൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യുക ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, ഷെയർ ചെയ്യണം കേട്ടോ. കാര്യം അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പരിപാടി. ഓക്കെ, ബൈ ഗായ്സ്. അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം. പോഡ്കാസ്റ്റ് നാടകയിലേക്ക് പറയുന്നുണ്ടല്ലേ, പോഡ്കാസ്റ്റ് അല്ല. ഇതിനൊരു പേര് വേണം. നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യണം. അടുത്ത ഇതുകൊണ്ട് ഞാൻ പേരിട്ട് ചെയ്യുള്ളൂ കേട്ടോ. എന്താ ഇതിൻ്റെ പേര്? ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ഇട്ട് ഒരു പേര് കൊണ്ടുവരും. ഈ വീഡിയോയിൽ ഇപ്പോൾ പേരില്ല വീഡിയോ ആയിക്കോട്ടെ. ഒരു പേരില്ല ചാറ്റ്. ഇനി വേറെ എന്താ കൊടുക്കുക? ഓൾ അബൌട്ട് മീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കുക. അപ് ടു മീ അത് കൊടുക്കല്ലേ, അപ് ടു മീ.